ഒറ്റപ്പാലം ചരിത്രം ഡോക്യുമെൻ്ററി ആൽബഗാനത്തിൻ്റെ ഓഡിയോ റിലീസ് ഓഗസ്റ്റ് 10 ഒറ്റപ്പാലം കൊട്ടാരം റെസിഡൻസിയിൽ വെച്ച് നടക്കും. 1862 പിറന്ന ഒറ്റപ്പാലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മൺമറഞ്ഞു പോയവരോടൊപ്പം സഞ്ചരിച്ചവരിൽ നിന്നും കണ്ടെത്തിയ ഒറ്റപ്പാലത്തിൻ്റെ ഉത്സവകാല ചരിത്രം, ഒറ്റപ്പാലത്തിൻ്റെ സാമൂഹിക ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനുമായ ജനനന്മ ട്രസ്റ്റ് ചെയർമാനുമായ ജാഫർ ജി രചിച്ച ഒറ്റപ്പാലയിൽ പൂത്ത കാവ്യ സംഗീതങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആൽബഗാനത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ്. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ പങ്കെടുക്കുമെന്ന് പ്രോഗ്രാം ചെയർമാൻ ആർ മധുസൂദനൻ, പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ ശശികുമാർ, കൺവീനർ ടി പി പ്രദീപ് കുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ഡോക്യുമെൻ്ററി തുടങ്ങുന്നുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെട്ട് പല ചരിത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ഡോക്യുമെൻ്ററി അതിൻ്റെ സോങ് റിലീസാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഈ ഡോക്യുമെൻ്ററി ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള സോങ്ങിൻ്റെ CD പ്രകാശനം ചെയ്യുകയാണ് ഈ ആഗസ്റ്റ് 10. ഇതിൽ പാടിയിട്ടുള്ളത് വിജേഷ് ഗോപാലും അതുപോലെ തന്നെ PT നരേന്ദ്രമേനോൻ്റെ മകളായിട്ടുള്ള വാണി നിത്യാരുമാണ്. ഇത് സംഗീതം പറഞ്ഞിട്ടുള്ളത് വിദ്യാധരൻ മാഷാണ്. ഒരു കാര്യം നമുക്കറിയാം, ഒറ്റപ്പാലവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ സാംസ്കാരിക തനിമയും ഒക്കെ ഒരു പഠന വിധേയമാക്കുന്ന ഒരു കഥയാണ് ഈ ഡോക്യുമെൻ്ററിയുള്ളത്. അതിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ സംഗീതം അതിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിക്കുന്നത് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാറാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് BK ശ്രീകണ്ഠനാണ്. ഈ ഒറ്റപ്പാലം ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതുപോലെ തന്നെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ സാംസ്കാരിക കലാരംഗത്തെ സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക പ്രതിഭകളൊക്കെ തന്നെ ഉള്ള ഒരു ഒറ്റപ്പാലത്തിൻ്റെ ചരിത്രത്തിൽ അവരെയൊക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരിലൂടെയാണ് നമ്മൾ ഈ CD പ്രകാശനം ചെയ്യുന്നത്. അവരാണ് ഏറ്റുവാങ്ങുന്നത്. ഇത് CD കൊടുക്കുന്നത് സ്റ്റീഫൻ ദേവസിയും അതുപോലെ തന്നെ PT നരേന്ദ്രമേനോനാണ്. അത് ഏറ്റുവാങ്ങുന്നത് മുൻ MLAയും MP മാരും അതുപോലെ തന്നെ സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ അവരൊക്കെ തന്നെ ഈ നോട്ടീസിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതൊരു അസറ്റായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒറ്റപ്പാലത്തിൻ്റെ 1862 കാലം മുതലുള്ള ഒരു ചരിത്രം കണ്ടെത്തി അന്വേഷണ വിധേയമാക്കി പഠന വിധേയമാക്കി ഒരുപാട് ആളുകളോട് സംസാരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ CD അതൊരു അസറ്റായി മാറും എന്നാണ് സംഘാടക സമിതിക്ക് വേണ്ടി